ഓക്കെ. സോ ഡേറ്റ സയൻസ് ആൻഡ് മെഷീൻ ലേണിങ്ങിൽ ഇതിൻ്റെ മാത്ത് ഫണ്ടമെൻ്റൽസ് ആയിട്ട് ഞാൻ മെയിനായിട്ടും പറഞ്ഞിരുന്നു. നമുക്ക് ലീനിയർ ഓൾജിബ്ര അറിഞ്ഞിരിക്കണം, കാൽക്കുലസ് അറിഞ്ഞിരിക്കണം, പ്രോബബിലിറ്റി അറിഞ്ഞിരിക്കണം, ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൽ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് മെയിനായിട്ടും രണ്ട് പാർട്ടുണ്ട്, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സും ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സും. സോ സ്റ്റാറ്റിസ്റ്റിക്സ് പൊതുവേ ദ സയൻസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ആ ഒരു ഫീൽഡ് ഓഫ് മാത്തമാറ്റിക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡേറ്റയെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതും അതിൽ നിന്ന് പല ഇൻഫറൻസ് എടുക്കുന്നതും ഡിസിഷൻസ് മേക്ക് ചെയ്യുന്നതും ഒക്കെ. സോ ഈ ഡിസിഷൻ മേക്കിംഗ് പാർട്ട് ആക്ച്വലി വരുന്നത് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിലാണ്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് പാർട്ടിൽ മെയിനായിട്ട് നമ്മൾ ഡേറ്റയെ പറ്റിയുള്ള അനാലിസിസ്, ഡേറ്റയുടെ നേച്ചർ എങ്ങനെയാണ്, ഡേറ്റ എങ്ങനെ എത്രത്തോളം സ്പ്രെഡായി കിടക്കുന്നു, അതിനെപ്പറ്റിയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇൻഫർമേഷൻ, അതിൽ നിന്ന് മാക്സിമം ഇൻസൈറ്റ്സ് നമുക്ക് എന്തൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ മെയിനായിട്ടും വരുന്നത്. സോ ഇപ്പം ഡേറ്റ സയൻസ് എന്ന് പറയുന്ന ഫീൽഡ് തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഡേറ്റ എന്ന് പറയുന്ന ആ ഒരു ഇൻഫർമേഷനുണ്ട്. സോ ഡേറ്റയെ ഹാൻഡിൽ ചെയ്യുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻ എല്ലാം വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് പാർട്ടിലാണ്. ഓക്കെ. സോ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ വരുന്ന കീ ആയിട്ടുള്ള കൺസെപ്റ്റ്സാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നത് ഒന്ന് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നൊരു ടോപ്പിക്കുണ്ട്. ദെൻ വേറെ ചില മെട്രിക്കുകൾ, ഡേറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെട്രിക്സുകൾ പറയുന്നുണ്ട്. ദെൻ ഔട്ട്ലെയർ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഔട്ട്ലയേഴ്സ് ഡിഫൈൻ ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ വേ ഓഫ് ഇതിൽ വരുന്നത് എങ്ങനെയാണ്. ദെൻ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് കൺസെപ്റ്റ് വരുന്നുണ്ട്. ദെൻ കോറിലേഷൻ, ഡിഫറെൻറ്റ് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കാനായിട്ട് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. പിന്നെ ചില ഗ്രാഫുകളും പ്ലോട്ടുകളും, ഈ പ്ലോട്ടുകളിൽ നിന്ന് നമുക്ക് ഒറ്റയടിക്ക് ഈ ഇൻഫർമേഷൻസൊക്കെ എങ്ങനെ അറിയാൻ പറ്റും എന്നുള്ള കാര്യവുമാണ് മെയിനായിട്ടും ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ ഏറ്റവും ബെയർ മിനിമം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. സോ ഇതിൻ്റെ എല്ലാം വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഇൻഡ്യൂഷൻ, എന്താണ് ഇതിൻ്റെ ആക്ച്വൽ മീനിങ്, എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് ഇതിൻ്റെ യൂസേജ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്കറിയാം, നമുക്കിപ്പോൾ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല മെത്തേഡ്സും യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ്, എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഏറ്റവും സ്റ്റാർട്ടിങ് പ്രൈസ് ആയിരിക്കും നോക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡിഫറെൻറ്റ് ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺ ആവറേജ് എത്ര, ഫ്രം എ സ്റ്റാർട്ടിങ് പോയിൻറ്റ് ടു എൻഡിങ് പോയിൻറ്റ് എത്രയായിരിക്കും ഇതിൻ്റെ ഒരു ഫ്ലൈറ്റ് ചാർജ് എന്നുള്ളത് നോക്കുന്നത്, ഓൺ ആവറേജ് വാല്യൂ ആയിരിക്കും നോക്കുന്നത്. ദെൻ മാക്സിമം എത്ര വരെ പോകാം എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കാറുണ്ട് ചില കേസിൽ. ഓക്കെ. സോ നമുക്കൊരു എഡ്ജ് കേസ് അറിയണമെന്നുണ്ടെങ്കിൽ ഓക്കെ ആകുവാണെങ്കിൽ തന്നെ ഈ എക്സ്പെൻസ് എവിടെ വരെ പോകാം എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ മാക്സിമം വാല്യൂ നോക്കാറുണ്ട്. സോ നമ്മുടെ യൂസ് കേസ് അനുസരിച്ച് ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റിൽ ഡിഫറെൻറ്റ് മെട്രിക്കുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നമുക്ക് മെയിനായിട്ടും 3 മെട്രിക്കുകളാണുള്ളത്. ഒന്ന് മീൻ വാല്യൂ, മീഡിയൻ വാല്യൂ, മോഡ് വാല്യൂ. സോ ഇത് മൂന്നും ബേസിക്കലി നമുക്കൊരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇതിനെ എല്ലാത്തിനെയും കൂടെ സിംഗിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ എൻറ്റിറ്റി എന്നുള്ള രീതിയിലാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി മെട്രിക്കുകൾ പൊതുവെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ നമുക്കൊരു ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് ഓൺ എ സർട്ടൺ എക്സാം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം ഓൺ ആവറേജ് മാർക്ക് എത്രയാണ്, ഔട്ട് ഓഫ് 50 സ്റ്റുഡൻസ് അവരുടെ ഒരു ആവറേജ് മാർക്ക് എന്താണെന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും ആ ടോട്ടൽ ക്ലാസ്സിൻ്റെ ഒരു ഏകദേശ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത്. സോ മീൻ വാല്യൂ യൂസ് ചെയ്യുന്നത് അങ്ങനത്തെ സിറ്റുവേഷൻസിലാണ്. ഓക്കെ. സോ മീൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എല്ലാത്തിൻ്റെയും സം എടുത്തിട്ട് ലൈക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എലമെൻറ്റ്സ് വിച്ച് ഈസ് ആക്ച്വലി ആവറേജിങ് ഓപ്പറേഷനാണ് അവിടെ ചെയ്യുന്നത്. സോ ഇപ്പം നമുക്ക് ലൈക്ക് 10, 20, 30, 40, 50 ഇങ്ങനെ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനെ എല്ലാത്തിനെയും സം ചെയ്യും. ദെൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് വിച്ച് ഈസ് 5 ഹിയർ. ഓക്കെ. അതായത് 10 + 20 + 30 + 40 + 50 ഡിവൈഡ് ബൈ 1, 2, 3, 4, 5 എലമെൻറ്റ്സ് ഉള്ളതുകൊണ്ട് നമ്മളതിൻ്റെ ആവറേജ് എടുക്കും. വെരി സിമ്പിൾ ഓപ്പറേഷൻ ആക്ച്വലി.
സോ ഇതിനെ കുറച്ചും കൂടെ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആക്ച്വലി ഇപ്പോൾ ഇത് നമ്മൾ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലാണ് ഈ ഒരു വെക്റ്റർ ഈ വെക്റ്റർ ഓഫ് ഇൻഫർമേഷൻ ഉള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ഇതിനെ നമുക്ക് മ്യൂ എന്ന് പറയുന്ന ഒരു സിമ്പിൾ വെച്ച് റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. മീൻ എന്ന് പറയുന്നതിന് മ്യൂ എന്ന് പറയുന്ന ഗ്രീക്ക് ആൽഫബറ്റ് യൂസ് ചെയ്തിട്ട് മ്യൂ എന്ന് പറയുന്ന സിമ്പിൾ യൂസ് ചെയ്യാറുണ്ട്. ഇത് എക്സ് വേരിയബിളിൻ്റെ മീൻ വാല്യൂ ആയതുകൊണ്ട് മ്യൂ എക്സ് ഒരു സബ്സ്ക്രിപ്റ്റ് ആയിട്ട് നമ്മൾ ഈ രീതിയിലും എഴുതാറുണ്ട്. സോ ഇതിനെ ഒരു എക്സ്പാൻഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ സമ്മേഷൻ എടുത്തിട്ട് നമ്മൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ എലമെൻറ്റ്സ് ആണ്. സോ അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ നൊട്ടേഷൻ വരുന്നത് നമ്മൾ ക്യാപിറ്റൽസ് സിഗ്മ സിമ്പിൾ യൂസ് ചെയ്യും. ദെൻ x1 x2 x3 അങ്ങനെ ഓരോന്ന് മാറി മാറി വരണം. അതിൻ്റെ എല്ലാത്തിനെയും സം എടുക്കണം. അതുകൊണ്ട് നമ്മളിവിടെ xi എന്ന് എഴുതും. ദെൻ i സ്റ്റാർട്ടിങ് ഫ്രം ലൈക്ക് 1 to 5. ഈ ഒരു കേസിൽ ഫസ്റ്റ് പൊസിഷനിൽ 10 ആണ്, സെക്കൻഡ് പൊസിഷനിൽ 20 ആണ്. അങ്ങനെ 1 2 3 4 5. സോ i എന്ന് പറയുന്നത് 1 to 5 ആയിരിക്കും. ദെൻ ഇതിൻ്റെ എല്ലാത്തിനെയും ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എലമെൻറ്റ്സ് നമ്മൾ ചെയ്യണം. അപ്പോൾ ഇവിടെ 5 ആണ്. സോ അതിനൊരു ക്യാപിറ്റൽ N എന്നാണ് യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്നത്. ഈ ഒരു പർട്ടിക്കുലർ കേസിൽ നമുക്ക് 5 ആണ് നമ്മുടെ ക്യാപിറ്റൽ N എന്ന് പറയുന്നത്. സോ ഈ ഒരു നൊട്ടേഷനിലും ഇങ്ങനെയും ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാറുണ്ട്. സോ ഇതിനെ നമ്മൾ ഈ ഒരു സമ്മേഷനെ ഷോർട്ട് ഫോമിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവിടെ 1/n തന്നെ വരും. സമ്മേഷനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ലൈക്ക് ഫസ്റ്റ് വരുന്നത് x1, ദെൻ വരുന്നത് x2, ദെൻ വരുന്നത് x3, ദെൻ വരുന്നത് x4, ദെൻ വരുന്നത് x5. ഓക്കെ, അപ്പോൾ x1ൻ്റെ സ്ഥാനത്ത് 10 വരും, x2ൻ്റെ സ്ഥാനത്ത് 20 വരും, x3യുടെ സ്ഥാനത്ത് 30 വരും, സോ ആൻഡ് സോ ഫോർത്ത്. സോ ഇതാണ് സിംപ്ലി മീൻ എന്ന് പറയുന്ന മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, അതിൻ്റെ ഇക്വേഷൻ, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ, അതിൻ്റെ കാൽക്കുലേഷൻ. സോ എനി സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മീൻ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാൻ സാധിക്കും. സോ ദെൻ ഓൾറെഡി അങ്ങനെ ഒരു മെട്രിക് ഉള്ള സ്ഥിതിക്ക് തന്നെ നമുക്ക് എന്തിനാണ് പിന്നെ മീഡിയൻ ആൻഡ് മോഡ് എന്ന് പറഞ്ഞ് വീണ്ടും 2 മെട്രിക്കിൻ്റെ ആവശ്യം? സോ ഈ മെട്രിക്കിന് സ്വാഭാവികമായും ചില പ്രോസ് ആൻഡ് കോൺസ് ഉണ്ടാവും. അങ്ങനെയുള്ള കേസുകളിലാണ് ഈ ഒരു അടുത്ത മെട്രിക്കിലോട്ട് നമുക്ക് പോകേണ്ട ഒരു ആവശ്യം അവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. സോ ഇതിൻ്റെ പ്രോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്ലസ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ലൈക്ക് ഈസി ടു കമ്പ്യൂട്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്ലസ് സൈഡ് എന്ന് പറയുന്നത്. നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ചില കേസുകളിൽ ഈ ഒരു റെപ്രസെൻറ്റേഷൻ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു ട്രൂത്ത് നമുക്ക് അറിയാൻ പറ്റില്ല. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് ഒരു ക്ലാസ് സിനാരിയോ തന്നെ എടുക്കാം. ലൈക്ക് കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റുഡൻസിന് ഔട്ട് ഓഫ് 100 കുറച്ച് മാർക്സ് വന്നു. സോ ബിക്കോസ് ഓഫ് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ റീസൺ കൊണ്ട് ലൈക്ക് കുറച്ച് സ്റ്റുഡൻസിന് ലൈക്ക് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിനും മാർക്ക് വളരെ കുറവാണ് കിട്ടിയെന്ന് വിചാരിക്കുക. അതായത് ഔട്ട് ഓഫ് 100 സ്റ്റുഡൻറ്റ് 1ന് കിട്ടിയത് 10, സ്റ്റുഡൻറ്റ് 2ന് കിട്ടിയത് 20, സ്റ്റുഡൻറ്റ് 3ന് കിട്ടിയത് 15. എല്ലാവർക്കും ഒരു 20 ഓർ ബിലോ ആണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഒരു സ്റ്റുഡൻറ്റ് മാത്രം വളരെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻറ്റ് ഉണ്ടായിരുന്നു. ആ സ്റ്റുഡൻറ്റിന് 100 ഔട്ട് ഓഫ് 100 തന്നെ കിട്ടിയെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഇങ്ങനൊരു സിനാരിയോയിൽ നമുക്ക് ആക്ച്വലി നമ്മളിതിൻ്റെ ആവറേജ് വാല്യൂ എടുത്താലും ഇറ്റ് വിൽ ബി ലൈക്ക് ഒരു ഹയർ വാല്യൂ ലൈക്ക് 40 50 ഒരു ഹയർ വാല്യൂ ആയിരിക്കും സ്റ്റിൽ അത് വരുന്നത്. ബിക്കോസ് ഓഫ് ഈ ഒരു ഒറ്റ പോയിൻ്റ് ഹൈ നമ്പർ വന്നതുകൊണ്ട്. സോ അതിനെ തന്നെ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വിഷ്വലി അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പോൾ ഈ 10 20 30 40 50 എന്ന് പറയുന്നത് നമ്മളൊരു നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, സപ്പോസ് ഇത് 10 എന്ന് പറയുന്ന പൊസിഷൻ ആണെങ്കിൽ ദിസ് ഈസ് 20 എന്ന് പറയുന്ന പൊസിഷൻ, ദിസ് ഈസ് 30 എന്ന് പറയുന്ന പൊസിഷൻ, 40 50. സോ ഇവിടെ നമുക്ക് ആക്ച്വലി ഇതിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. സം ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഈ വിഷ്വലി ചിന്തിച്ച് കഴിഞ്ഞാലും ഇതെല്ലാം ഈക്വലി സ്പേസ്ഡ് നമ്പേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻറ്റർ പൊസിഷനിലായിരിക്കും വരുന്നത്. അതായത് 30 ഇതിൻ്റെ ആവറേജ് പൊസിഷൻ വരുന്നത്. സോ ഈക്വലി സ്പേസ്ഡ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ ഒരു ഈക്വൽ സ്പേസിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആവറേജ് കാൽക്കുലേഷൻ വളരെ ഈസിയാണ്. ഈ ടോട്ടൽ നമ്പേഴ്സിൻ്റെ ഒരു ഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ കൂടിയാണ് ഈ ഒരു ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. ബട്ട് ഓൺ ദ അതർ ഹാൻഡ് ഏതെങ്കിലും ഒരു നമ്പർ റിയലി ഹൈ ആണെന്നുണ്ടെങ്കിൽ, അതായത് സപ്പോസ് എനിക്കിവിടെ ഒരു 50 കൂടെ ഇതിൻ്റെ കൂടെ തന്നെ എനിക്കൊരു ലൈക്ക് ഒരു
1000 ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരുപാട് പോയിൻറ്റ്സ് ദൂരെയായിരിക്കും ഈ ഒരു വാല്യൂ വരുന്നത്. സോ ദെൻ നമ്മളിതിൻ്റെ ആവറേജ് വാല്യൂ എടുക്കുമ്പോൾ ഈ ഒരു ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്, അതായത് 30 എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് ഒരുപാട് മാറി ടുവേർഡ്സ് ദ റൈറ്റിലോട്ട് മൂവ് ചെയ്ത് വരും. സോ ഇറ്റ്സ് ലൈക്ക് ഈ ഒരു ഹൈ വാല്യൂ ഈ പറയുന്ന ആവറേജിനെ പുള്ള് ചെയ്ത് അതിൻ്റെ സൈഡിലോട്ട് കുറച്ചും കൂടെ ഇൻഫ്ലുവൻസ് ചെയ്ത് കൊണ്ടുവന്ന പോലെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. നേരെ മറിച്ച് ഇതേ കാര്യം തന്നെ നേരെ റിവേഴ്സ് സൈഡിൽ സംഭവിക്കാം. ഒരുപാട് ഹൈ വാല്യൂസ്, മൊത്തത്തിൽ എല്ലാവർക്കും നല്ല ഹൈ മാർക്സാണ്, 99, 100, 98, സോ ആൻഡ് സോ ഫോർത്ത്. ബട്ട് ഒരു സ്റ്റുഡൻറ്റിന് മാത്രം ഔട്ട് ഓഫ് 100 ലൈക്ക് 5 മാർക്കാണ് കിട്ടിയെന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ നേരെ റിവേഴ്സ് കാര്യം സംഭവിക്കും. അതായത് ഈ ഒരു 95 തൊട്ട് 100 വരെ ഉള്ള ഈ ഒരു റേഞ്ചിൽ ആവറേജ് വരുന്നതിന് പകരം ഈ ഒരു ഒറ്റ സ്റ്റുഡൻറ്റിന് മാത്രം ഒരു പുവർ പെർഫോമൻസ് വന്നതുകൊണ്ട് ഇതിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് ചെയ്ത് ടുവേഴ്സ് ദ ലോവസ്റ്റ് സൈഡിലോട്ട് വരും. അപ്പോൾ ഈ രണ്ട് കേസിലും ആക്ച്വലി ഇതിൻ്റെ ഈക്വലി സ്പേസ്ഡ് അല്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം അല്ലെങ്കിൽ സിമെട്രിക് അല്ല എന്ന് നമുക്ക് ടെക്നിക്കലി പറയാം. അങ്ങനെയുള്ള കേസുകളിൽ ഈ മീൻ വാല്യൂ എന്ന് പറയുന്നത് ഒരു ഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ ഓഫ് ദീസ് നമ്പേഴ്സ് അല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി സ്പേസിലൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഹിസ്റ്റോഗ്രാം അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഒന്നുകിൽ ഒരു സിമെട്രിക് ഷേപ്പിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മീൻ വാല്യൂ എന്ന് പറയുന്നത് സെൻറ്റർ പൊസിഷനിൽ തന്നെയായിരിക്കും. നമുക്കത് ഈസി ആയിട്ട് ഈ ഒരു മീൻ വാല്യൂ തന്നെ അതിൻ്റെ മൊത്തത്തിലുള്ള റെപ്രസെൻറ്റേഷന് സ്യൂട്ടബിൾ ആയിരിക്കും. നേരെ മറിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ അല്ല, അതായത് ഈക്വലി സ്പേസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഹിസ്റ്റോഗ്രാം അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ ഒരു ടെയിൽഡ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും, ഒന്നെങ്കിൽ ഈ ഹൈ സൈഡിലോട്ട് ഒരു ലാർജ് വാല്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ നേരെ തിരിച്ച് ലെഫ്റ്റ് സ്ക്യൂഡോ റൈറ്റ് സ്ക്യൂഡോ എന്നുള്ള രീതിയിൽ രണ്ട് രീതിയിലും വരാം. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ വരുന്നതിനനുസരിച്ച് ഇതിൻ്റെ മീൻ വാല്യൂ ഇൻഫ്ലുവൻസ്ഡായി മാറും. സോ അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി നെക്സ്റ്റ് മെട്രിക്കിലോട്ട് പോകാനുള്ള റീസൺ. ഓക്കെ, സോ ദെൻ ഈ ഒരു പ്രോബ്ലം പരിഹരിച്ചുകൊണ്ടാണ് ആക്ച്വലി മീഡിയൻ എന്ന് പറയുന്ന മെട്രിക്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെട്രിക് യൂസ് ചെയ്യുന്നത്. സോ മീഡിയൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കലി മീഡിയൻ ഇതിൻ്റെ മിഡിൽ പാർട്ട്, ലൈക്ക് ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയൻ വാല്യൂ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് ഓഫ് ദ വാല്യൂസ് വിൽ ബി ബിലോ ദ മീഡിയൻ വാല്യൂ ആൻഡ് ഹാഫ് ഓഫ് ദ അതർ വാല്യൂസ് വിൽ ബി എബോവ് ദ മീഡിയൻ വാല്യൂ. അതായിരിക്കും ആ ഒരു ടെക്നിക്കൽ ഡെഫിനിഷൻ പറയുന്നത്. അതായത് ഇപ്പോൾ എനിക്ക് 10, 20, 30, 90, 40, 50. ഓക്കെ, നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിൾ തന്നെ അതിൻ്റെ കൂടെ ഒരു 90 കൂടെ ഞാൻ ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. സോ മീഡിയൻ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനെ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതും. സോ 10, 20, 30, 40, 50 ആൻഡ് 90. ദെൻ ഇതിൻ്റെ മിഡിൽ പാർട്ട് ഒരു പൊസിഷൻ കണ്ടുപിടിക്കും. സോ ഇവിടെ ആക്ച്വലി ലൈക്ക് ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ 10, 20, 30 ആണ് വരുന്നത്. നെക്സ്റ്റ് ഹാഫിൽ 40, 50 ആൻഡ് 90 ആണ് വരുന്നത്. സോ ആക്ച്വലി മിഡിൽ എന്ന് പറയാനായിട്ട് ഒരു സിംഗിൾ നമ്പർ നമുക്ക് ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇവിടെ ആക്ച്വലി ലൈക്ക് 2 നമ്പേഴ്സാണുള്ളത്. സോ മീഡിയൻ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നത് വെച്ചാൽ ഈ രണ്ട് നമ്പേഴ്സിൻ്റെ ആവറേജ് എടുക്കും. ഓക്കെ, 30 + 40 / 2. സോ വിച്ച് ഈസ് ഈക്വൽ ടു 35 ആക്ച്വലി. സോ അതായിരിക്കും ഈ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിൻ്റെ മീഡിയൻ വാല്യൂ. സോ നമുക്ക് ഇതിൽ ടെക്നിക്കലി നോക്കിയാൽ അറിയാം, ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് 10, 20 ആൻഡ് 30 ഈസ് ലൈക്ക് അത് ലെസ് ദാൻ 35 ആണ്. ഓക്കെ, അപ്പം ഹാഫ് ഓഫ് ദ വാല്യൂ ഈസ് ബിലോ മീഡിയൻ വാല്യൂ. ദെൻ അതർ ഹാഫ് 40, 50 ആൻഡ് 90 ഈസ് എബോവ് ദ മീഡിയൻ വാല്യൂ. സോ ഈ ഒരു രീതിയിലാണ് മീഡിയൻ ആ ഒരു പ്രോബ്ലത്തെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇനി സപ്പോസ് ഇതിപ്പം ഈവൻ നമ്പർ ഓഫ് നമ്പേഴ്സ് വന്നുകൊണ്ടാണ് ഓഡ് നമ്പർ ഓഫ് നമ്പേഴ്സാണ് വന്നതെന്ന് വിചാരിക്കുക. അതായത് ഇവിടെ ഇപ്പം 6, 10, 20, 30, 40, 50, 60 6 സംഖ്യകളാണ് വന്നിട്ടുള്ളത്. 7 സംഖ്യ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആവും. അതായത് സപ്പോസ് ഇതിൻ്റെ കൂടെ ഒന്നുകൂടെ ഇവിടെ എഴുതാം, 20, 30, 40, 50, ഓക്കെ 60, ദെൻ 90 ഇത്രയുണ്ടെന്ന് വിചാരിക്കുക. സോ ഇങ്ങനെയാണ് വന്നതെന്നുണ്ടെങ്കിൽ മീഡിയൻ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഈവൻ നമ്പർ ഓഫ് എലമെൻറ്റ്സ് അല്ല, ഓഡ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണുള്ളത്. ആക്ച്വലി ഇതിൻ്റെ അത് 7 എലമെൻറ്റ്സ് ഉണ്ട്.
സോ ആദ്യത്തെ ഹാഫിൽ ഇത്രയും വരും, നെക്സ്റ്റ് ഹാഫിൽ ഇത് വരും. ദിസ് ഈസ് ദ സെൻറ്റർ പോയിൻറ്റ്. സോ ഈ ഒരു കേസിൽ ഇതിൻ്റെ മീഡിയൻ വാല്യൂ എന്ന് പറയുന്നത് 40 ആയിരിക്കും. ഓക്കെ, സോ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിൻ്റെ മീഡിയൻ വാല്യൂവിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് ഈ ഒരു രീതിയിലാണ്. ഒന്നുകിൽ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതും. എന്നിട്ട് ഈ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദീസ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഈവൻ ആണോ ഓഡ് ആണോ എന്നനുസരിച്ചായിരിക്കും ഫർദർ കാൽക്കുലേഷൻ വരുന്നത്. സോ അതിനെ ഒരു ഇക്വേഷൻ ഫോമിൽ പറയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി രണ്ട് രീതിയിൽ പറയാം. അതായത് മീഡിയൻ വാല്യൂ ഓഫ് എക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് നമ്പേഴ്സ് x1 x2 x3 സോ ആൻഡ് സോ ഫോർത്ത്. സോ രണ്ട് കേസ് വരും. ഒന്ന് വെൻ n ഈസ് ഓഡ് എന്ന് പറയുന്നൊരു കേസ്. അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ വെൻ n ഈസ് ഈവൻ. സോ n ഈസ് ഓഡ് വരുന്ന കേസിൽ നമുക്ക് ആക്ച്വലി എന്താണ്, നമുക്കതിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കണം. അതായത് സെൻറ്റർ പൊസിഷൻ എന്താണെന്ന് കണ്ടുപിടിക്കണം. സോ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ n ഡിവൈഡഡ് ബൈ 2 ദെൻ +1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സെൻറ്റർ പൊസിഷൻ കിട്ടും. സോ ഇവിടെ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ 9 ആണ് എന്നുണ്ടെങ്കിൽ 9 n +1 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, സോ 9 ആണെന്നുണ്ടെങ്കിൽ ആക്ച്വലി 9 + 1 = 10, 10/2 5. സോ 5th പൊസിഷനിലായിരിക്കും നമ്മുടെ സെൻറ്റർ പൊസിഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു കേസിലാണെങ്കിൽ നമുക്ക് 7 ആണ് ഉണ്ടായിരുന്നത്. സോ 7 + 1 = 8, 8/2 = 4. അപ്പോൾ അതായത് ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, ഫോർത്ത് പൊസിഷൻ. ഫോർത്ത് പൊസിഷനിലാണ് നമുക്ക് 40 എന്ന് പറയുന്ന മീൻ വാല്യൂ വരുന്നത്. ഓക്കെ, സോ ആ പൊസിഷനിൽ വരുന്ന എക്സിൻ്റെ വാല്യൂ നമ്മൾ എടുക്കണം. സോ നമ്മൾ എക്സ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു രീതിയിൽ എഴുതും. സോ അതൊന്ന് ക്ലിയർ ആയിട്ട് എഴുതാം. എക്സ് ഓഫ് n + 1/2. ഓക്കെ, n എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ഓർ ക്യാപിറ്റൽ ലെറ്റർ. ക്യാപിറ്റൽ ലെറ്റർ തന്നെയായിരിക്കും എഴുതുന്നതായിരിക്കും കുറച്ചും കൂടെ സ്യൂട്ടബിൾ. റെപ്രസെൻറ്റിങ് ദ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. നേരെ മറിച്ച് n ഈസ് ഈവൻ ആകുമ്പോൾ നമുക്ക് രണ്ട് സിനാരിയോ വരും. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെൻറ്റർ പൊസിഷന് ലെഫ്റ്റുള്ള വാല്യൂ നമ്മൾ എടുക്കണം. ദെൻ ഇതിൻ്റെ റൈറ്റുള്ള വാല്യൂ, അതായത് ഈ രണ്ട് വാല്യൂസിൻ്റെയും ആവറേജ് ആയിരിക്കും നമ്മൾ എടുക്കേണ്ടത്. സോ അതിനായിട്ട് നമ്മൾ ഇവിടെ എക്സ് ഓഫ് n/2 പ്ലസ് എക്സ് ഓഫ് n/2 + 1 ഓൾ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, സോ n ഈസ് ഈവൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കൊരു വാലിഡ് ആയിട്ടുള്ളൊരു നമ്പർ കിട്ടും. അതുപോലെ തന്നെ ഇവിടെയും ഒരു വാലിഡ് ആയിട്ടുള്ള നമ്പർ കിട്ടും. ഡിവൈഡഡ് ബൈ ടോട്ടൽ സം എടുക്കും, നമ്മൾ ഡിവൈഡഡ് ബൈ 2 ചെയ്യും. സോ ഈ ഒരു കേസിലാണെങ്കിൽ പോലും നമുക്ക് ആക്ച്വലി 6 ആണ്. സോ ഇവിടെ 6 നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണുള്ളത്. അതുകൊണ്ട് നമ്മൾ 6/2 എന്ന് പറയുമ്പോൾ തേർഡ് പൊസിഷൻ, അതായത് 30 വരും. നെക്സ്റ്റ് 6/2 + 1, അതായത് 3 + 1 ഫോർത്ത് പൊസിഷനിൽ വരുന്നത് നമുക്ക് 40 എന്ന് പറയുന്ന നമ്പറാണ്. സോ ഡെഫിനറ്റ്ലി 30 and 40യുടെ ആവറേജ് ആയിരിക്കും നമ്മൾ മീഡിയൻ വാല്യൂ ആയിട്ട് ആ ഒരു കേസിൽ കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ ജനറിക് ആയിട്ട് മീഡിയൻ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാൻ സാധിക്കും. സോ മീഡിയൻ വാല്യൂവിൻ്റെ യൂസ് വരുന്നത് ഈ പറഞ്ഞ പോലെ യൂണിഫോംലി സ്പേസ്ഡ് അല്ലാത്ത അല്ലെങ്കിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലാത്ത ഡേറ്റ വരുമ്പോഴാണ്, അല്ലെങ്കിൽ എക്സ്ട്രീംലി ലാർജ് വാല്യൂസ്, എക്സ്ട്രീംലി സ്മോൾ വാല്യൂസ് ഒക്കെ വരുന്ന കേസുകളിലാണ് നമ്മൾ മീഡിയൻ ആസ് എ മെട്രിക് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്ന മെട്രിക്കാണ് മോഡ് എന്ന് പറയുന്ന മെട്രിക്. സോ മോഡ് എന്ന് പറയുന്ന മെട്രിക്കിൻ്റെ ഒരു യൂസ് കേസ് നമ്മളൊരു റിയൽ ലൈഫ് സിനാരിയോയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി പറയാൻ പറ്റും മോസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന വാല്യൂ. ഓക്കെ, നമ്മളെപ്പോഴും അറിയാം, ഓക്കെ മോസ്റ്റ് ഓഫ് ദ ടൈം ഇത്രയും സമയമാണ് ഒരു ക്യൂവിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിനുള്ളിൽ പൊതുവേ ബസ് വരാറുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ബസ് വരാനായിട്ട് ഒരു 10 മിനിറ്റ് എടുക്കുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് മോസ്റ്റ്ലി ഈ ഒരു രീതിയിലായിരിക്കും സംഭവിക്കുന്നത്. അതുകൊണ്ട് അതാണ് അതിൻ്റെ മോസ്റ്റ് പ്രോബബിൾ ആയിട്ടുള്ള ഒരു വാല്യൂ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും.
എന്ന് വെച്ചിട്ട് മറ്റ് രീതിയിൽ മറ്റ് നമ്പേഴ്സ് ഇല്ല എന്നല്ല, ബട്ട് സ്റ്റിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള വാല്യൂവിനെ ആയിരിക്കും നമ്മൾ മോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് നമുക്ക് എക്സ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമുക്ക് 1 2 2 3 4 6 ഇത്രയും നമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ആക്ച്വലി മോഡ് എന്ന് പറയുന്നത് നമ്മുടെ 2 എന്ന് പറയുന്ന ഈ നമ്പറാണ്. ഓക്കെ, സോ ഇവിടെ മോഡ് എന്ന് പറയുന്നത് 2 എന്ന് പറയുന്ന നമ്പറാണ്. നേരെ മറിച്ച് നമുക്ക് നമ്മുടെ എക്സ് എന്ന് പറയുന്നത് ആക്ച്വലി 1 2 2 3 4 4 4 6 ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 2 ടൈംസ് വന്നിട്ടുണ്ട്, അതുപോലെ 4 3 ടൈംസ് വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ 4 എന്ന് പറയുന്ന നമ്പറാണ്. സോ ഇവിടെ നമ്മുടെ മോഡ് എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, ദെൻ അനദർ സിനാരിയോ എക്സ് ഈക്വൽ ടു ജസ്റ്റ് 1 2 3 4 5. ഇവിടെ എല്ലാ നമ്പേഴ്സും ഒറ്റ ടൈം മാത്രമേ നമ്മൾ വന്നിട്ടുള്ളൂ. സോ എല്ലാം ഈക്വലി പ്രോബബിൾ ആണ്. സോ നമുക്കിവിടെ പറയാം, ഒന്നുകിൽ മോഡ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. So no, mode is not defined actually here. Then another option എന്ന് പറയുന്നത് x എന്ന് പറയുന്നത് 1 1 2 2 3 4 5. സോ ഇവിടെ ആക്ച്വലി 1 2 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, 2ഉം 2 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, 3 4 5 1 ടൈംസേ വന്നിട്ടുള്ളൂ. സോ ആക്ച്വലി 1ഉം 2ഉം ആക്ച്വലി ഇവിടെ മോഡ് വാല്യൂസ് ആണ്. ഓക്കെ, 1 and 2 ബോത്ത് 1 and 2 ഇവിടെ മോഡാണ് എക്സിൻ്റെ ഇതെന്ന് പറയാനായിട്ട്. സോ നമുക്ക് ഡേറ്റയുടെ നേച്ചർ അനുസരിച്ച് ഇഫ് ദ മോഡ് എക്സിസ്റ്റ് ചെയ്യാം, ചെയ്യാതിരിക്കാം, സിംഗിൾ മോഡാവാം, അല്ലെങ്കിൽ മൾട്ടി മോഡൽ എന്നുള്ള രീതിയിലും ആവാം. മോഡിൻ്റെ ഉദാഹരണം നമ്മൾ അതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് മൾട്ടി മോഡലിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആളുകളുടെ ഇൻകം എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു 0 തൊട്ട് ഒരു ആനുവൽ ഇൻകം ലൈക്ക് എ വെരി ഹൈ റേഞ്ച് തൊട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും ആ ഒരു ആവറേജ് ലെവലിൽ വരുന്ന ആൾക്കാരായിരിക്കും. സോ ദർ വിൽ ബി ലൈക്ക് മെജോറിറ്റി ഓഫ് പീപ്പിൾ വിൽ ബി ലൈക്ക് ഫോളോയിങ് ഇൻ ടു ദിസ് ഒരു റേഞ്ചിലായിരിക്കും വരുന്നത്. എന്നാൽ വളരെ ചെറിയൊരു പക്ഷം ആൾക്കാർ ഒരു ഹൈ ഇൻകം റേഞ്ചിൽ വരുന്ന ആൾക്കാരും ഉണ്ടാവും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിന് ഒരു മൾട്ടി മോഡൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയുക. സോ ഇത് നമ്മുടെ കൗണ്ട് അല്ലെങ്കിൽ പ്രോബബിലിറ്റി വൈ ആക്സിസിൽ, എക്സ് ആക്സിസിൽ ഇൻകം. ഓക്കെ, സോ ഇവിടെ ആക്ച്വലി നമുക്ക് മൾട്ടിപ്പിൾ മോഡ്സ് പോസിബിളാണ്. മോഡ് നമ്പർ 1 എന്ന് പറയുന്നത് ഏറ്റവും മാക്സിമം വരുന്ന പോസിബിൾ വാല്യൂ ആണ്. ദെൻ മോഡ് നമ്പർ 2 എന്ന് പറയുന്നത് ഈ ഒരു പോസിബിൾ വാല്യൂ ആയിരിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് പൊസിഷൻ വാല്യൂ ആയിരിക്കും 2 മോഡ്സ് ആക്ച്വലി എന്നുള്ള രീതിയിൽ. സോ അതും നമ്മൾ ചില സിനാരിയോസിൽ എടുക്കാറുണ്ട്. സോ ഇനിയൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡേറ്റ ഈക്വലി സ്പേസ്ഡ് ആണ്, യൂണിഫോം ഡിസ്ട്രിബ്യൂഷനാണ്, സിമെട്രിക് ആണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആക്ച്വലി അങ്ങനെ ഒരു ഡേറ്റയുടെ മീൻ വാല്യൂ എന്ന് പറയുന്നത് സെൻട്രൽ പൊസിഷനാണ്. മോഡ് എന്ന് പറയുന്നതും സെയിം തന്നെ ആയിരിക്കും, അതുപോലെ മീഡിയൻ വാല്യൂ എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. സോ ഇത്തരത്തിലുള്ള സിമെട്രിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ്, ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഡേറ്റയിൽ മീൻ എന്ന് പറയുന്നതും മീഡിയൻ എന്ന് പറയുന്നതും മോഡ് എന്ന് പറയുന്നതും എല്ലാം സെയിംഡ് ആയിരിക്കും, സെയിം വാല്യൂ തന്നെയായിരിക്കും വരുന്നത്. അപ്പം നമ്മൾ ഏറ്റവും ഫസ്റ്റ് പറഞ്ഞ എക്സാമ്പിൾ ലൈക്ക് 10 20 30 40 and 50, ഇതിൻ്റെ മീൻ വാല്യൂ എന്ന് പറയുന്നത് 30 ആണ്, മീഡിയൻ വാല്യൂ എന്ന് പറയുന്നതും 30 തന്നെയാണ്. കാരണം ഹാഫ് ഓഫ് ദ വാല്യൂ ഈസ് ബിലോ 30 ആൻഡ് ഹാഫ് ഓഫ് ദ വാല്യൂ എബോവ് 30. മോഡ് എന്ന് പറയുന്നതും ആക്ച്വലി ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ കേസിൽ മോഡില്ല, കാരണം എല്ലാ നമ്പറും ഈക്വലി 1 ടൈംസേ വന്നിട്ടുള്ളൂ. ബട്ട് ഇത്തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പം ഇതുപോലൊരു സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ വി ക്യാൻ ഈസിലി അതിൻ്റെ മീൻ വാല്യൂയും മീഡിയൻ വാല്യൂയും മോഡ് വാല്യൂയും സെയിം തന്നെയാണ് എന്നുള്ളത്. ബട്ട് അങ്ങനെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് അല്ലാത്ത കേസുകളിൽ നമ്മളിപ്പം ഇൻകത്തിൻ്റെ കേസ് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ വെയിറ്റിംഗ് ടൈം അറ്റ് ക്യൂ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുപോലെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. റിയൽ ലൈഫിലെ പല കാര്യങ്ങളും അങ്ങനെയുള്ള സിനാരിയോസിൽ നമുക്ക് സിമ്പിൾ മീൻ യൂസ് ചെയ്താൽ നമുക്കതിൻ്റെ ഒരു ഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ പലപ്പോഴും പറ്റില്ല. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ മീഡിയൻ അല്ലെങ്കിൽ മോഡ് ബേസ്ഡ് ഓൺ ദ സിനാരിയോ നമ്മൾ യൂസ് ചെയ്യാൻ പഠിച്ചിരിക്കണം. ഓക്കെ, സോ ബേസിക്കലി ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്താണ്, എവിടെ യൂസ് ചെയ്യാം, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ദെൻ ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് ടോപ്പിക് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.